ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1.5 മാസം മാത്രം ബാക്കി നിൽക്കെ മഹാരാഷ്ട്രയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിലും ചില മണ്ഡലങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ് ബാരാമതി ലോക്സഭാ മണ്ഡലം. ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി സുപ്രിയ സുലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥിയായി സുനേത്ര പവാറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുമുണ്ട്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയായി വന്നിട്ടില്ല. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചില വാക്പോരുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് തുടക്കം കുറിച്ചത് രോഹിത് പവാറാണ്. ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആൾ അജിത് പവാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് 9 ആഭ്യന്തര സർവേകൾ അജിത് പവാർ നടത്തി കഴിഞ്ഞു എന്നതാണ് രോഹിത് പറയുന്നത്. അതിൽ ഒന്നിൽ പോലും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് വന്നതെന്നും രോഹിത് പറയുന്നുണ്ട്. ഈ 9 സർവേകളിലും അജിത് പവാറിന്റെ സ്ഥാനാർത്ഥി ഏറെ പിന്നിലാണ്. അതുകൊണ്ട് തന്നെ 10ാമത്തെ സർവേ ഒരിക്കൽ കൂടി നടത്തിയാലും സുപ്രിയ സുലെ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നതാണ് രോഹിത്തിന്റെ വെല്ലുവിളി. രാജ്യത്തും സംസ്ഥാനത്തും പാർട്ടിയെയും കുടുംബത്തെയും പിളർത്തുന്ന നടപടികളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി BJP സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ വലിയ അതൃപ്തിയിലാണ്. ഇക്കാരണത്താൽ മൊത്തത്തിലുള്ള സാഹചര്യം നോക്കുമ്പോൾ BJP വോട്ടർമാർ പോലും BJPക്ക് വോട്ട് ചെയ്യില്ലെന്ന് പറയാൻ സാധിക്കുമെന്നും രോഹിത് പറയുന്നുണ്ട്. എന്തായാലും മഹാരാഷ്ട്ര മുന്നണികൾക്കേറെ നിർണായകമായ ഒരു സംസ്ഥാനമാണ്. 2 പാർട്ടികളെ പിളർത്തിയ BJPയുടെ നീക്കം എത്രമാത്രം മഹാരാഷ്ട്രയിൽ ഗുണം ചെയ്തു എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ അറിയാൻ സാധിക്കും.